യൂത്ത് കോൺഗ്രസിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന 3.5 ലക്ഷത്തോളം വരുന്ന അംഗത്വം അത് ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള എല്ലാ കമ്മിറ്റികൾക്കും ഇനി വാല്യൂ ഇല്ല. യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ആകെ 3.5 കോടി ജനങ്ങളുള്ള, ആകെ 1 കോടിയിൽ താഴെ യുവജനങ്ങളുള്ള സംസ്ഥാനത്ത് ഒരു 10 കോടി മെമ്പർഷിപ്പ് ചിലപ്പോൾ ചേർത്തിട്ടുണ്ടാവുമോ എന്നുള്ള സംശയത്തിലാണ് ഞാൻ ഇതുവരെ നിലനിന്നിരുന്നത്. കാരണം അത്രയും വലിയ വ്യാജന്മാരാണ് നിൽക്കുന്നത്. സംഘടനാപരമായ നിയമാവലികൾ പാലിച്ചുകൊണ്ട് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണെങ്കിൽ അബിൻ വർക്കി സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടാവുമായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലാവത്തില്ലായിരുന്നു. വോട്ട് ചോരി യാത്ര നടത്തേണ്ടത് ബീഹാറിലല്ല രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തേണ്ടത്. വോട്ട് ചോരി യാത്ര കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനകത്താണ് നടത്തേണ്ടതെന്നുള്ള അഭിപ്രായമാണ്. ഇനി വേണമെങ്കിൽ KC വേണുഗോപാലിന്റെ നോമിനി ആയിട്ടുള്ള ബിനു ചുള്ളിയിലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ദേശീയ കമ്മിറ്റിക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട് വേറെ തടസ്സവാദങ്ങളൊന്നുമില്ല. രാജുഭായ് നമസ്കാരം. നമസ്കാരം. രാജുഭായ്, ഇന്നലെ ഒരു സെഷൻസ് കോടതിയിൽ ഒരു വിധി വന്നിട്ടുണ്ട്. അതായത് യൂത്ത് കോൺഗ്രസിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന 3.5 ലക്ഷത്തോളം വരുന്ന അംഗത്വം അത് ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നതോടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള എല്ലാ കമ്മിറ്റികൾക്കും ഇനി വാല്യൂ ഇല്ല. ഇനി ഒരു പക്ഷേ വേണമെങ്കിൽ അത് ജില്ലാ കോടതിയിലോ അതല്ലെങ്കിൽ ഹൈക്കോടതിയിലൊക്കെ വേണമെങ്കിൽ അപ്പീലിൽ പോയേക്കാം. യൂത്ത് കോൺഗ്രസിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം ഇത്രയും വലിയൊരു യുവജന പ്രസ്ഥാനമാണ് കേരളത്തിലെ, അല്ല ഇന്ത്യയിലെ തന്നെ. ഇതിന് കേരളത്തിൽ ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, യൂത്ത് കോൺഗ്രസിലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയാണ് വിഷ്ണുനാഥും സിദ്ദിഖും അങ്ങനെയുള്ള ഓരോരുത്തരും, അതായത് സിദ്ദിഖ് തൊട്ട് ഇങ്ങോട്ടുള്ളവരെല്ലാം സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തെത്തിയത്. കൃത്യമായി സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 2 പോഷക സംഘടനകളാണ് യൂത്ത് കോൺഗ്രസും KSU. മഹിളാ കോൺഗ്രസിന് നോമിനിയാണ് വരുന്നത്, KPCC പ്രസിഡന്റ് സ്ഥാനത്തും നോമിനിയാണ് വരുന്നത്. ആകെ അവസാനം നടന്ന മത്സരം വയലാർ രവിയും AK ആന്റണിയും തമ്മിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പക്ഷേ AK ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം കരുണാകരന് കൊടുക്കുമ്പോൾ ഇപ്പുറത്തുള്ള ഫോർമുല ഇയാൾ KPCC പ്രസിഡന്റ് ആകുക എന്നുള്ള. പക്ഷേ അതിന് വളരെ മധുരമായൊരു പ്രതികാരം വീട്ടാൻ AK ആന്റണിക്ക് പറ്റി. കാരണം AICC വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് AK ആന്റണിക്കായിരുന്നു അന്ന്. അത് വലിയൊരു അംഗീകാരമായിരുന്നു, ബാക്കിയുള്ളവരെക്കാളൊക്കെ കൂടുതൽ എല്ലാം. നരസിംഹറാവു ഉൾപ്പെടെയുള്ളവർക്ക് അതിന് താഴെ വോട്ട് കിട്ടി ആ സമയത്ത്. പക്ഷേ യൂത്ത് കോൺഗ്രസിന് 3.5 ലക്ഷം അംഗത്വം മരവിപ്പിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം കേരളത്തിലെ ആകെയുള്ള ജനങ്ങൾ 3.5 കോടിയാണ്. കേരളത്തിൽ 3.5 കോടിയിൽ 1 കോടിയിൽ കൂടുതൽ യൂത്ത് കോൺഗ്രസിൻ്റെ അംഗസംഖ്യയിൽ പെടാവുന്ന പ്രായപരിധി ഉള്ളവരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൽ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള യുവജന സംഘടന DYFI ആണ്. അത് കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, യുവമോർച്ച ഇവരെല്ലാം ഉണ്ട്. പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് ആകെ 3.5 കോടി ജനങ്ങളുള്ള, ആകെ 1 കോടിയിൽ താഴെ യുവജനങ്ങളുള്ള സംസ്ഥാനത്ത് ഒരു 10 കോടി മെമ്പർഷിപ്പ് ചിലപ്പോൾ ചേർത്തിട്ടുണ്ടാവുമോ എന്നുള്ള സംശയത്തിലാണ് ഞാൻ ഇതുവരെ നിലനിന്നിരുന്നത്. കാരണം അത്രയും വലിയ വ്യാജന്മാരാണ് നിൽക്കുന്നത്. മൊത്തമുള്ള ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകളെയൊക്കെ ചേർക്കാൻ പറ്റും. യൂത്ത് കോൺഗ്രസിനകത്ത് സംഘടനാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ വ്യാജ ID കാർഡ് ഉണ്ടാക്കുക, ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പ്രോസസ്സുകളും ആണ് അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വ്യാജ ID കാർഡ് ഉണ്ടാക്കിയ ആളുകൾക്ക് ഈ മെമ്പർഷിപ്പുകൾ തോന്നുന്ന പോലെ ചേർക്കുക. ശരിക്കും യഥാർത്ഥത്തിൽ ഒരു കൃത്യമായ മാനദണ്ഡങ്ങൾ, സംഘടനാപരമായ നിയമാവലികൾ പാലിച്ചുകൊണ്ട് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണെങ്കിൽ അബിൻ വർക്കി സംസ്ഥാന പ്രസിഡന്റ് ആവുമായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലാവത്തില്ലായിരുന്നു. അത് സ്വന്തം പാർട്ടിക്കകത്തെ തെരഞ്ഞെടുപ്പിലേക്ക് പോലും ഇമാതിരി കോപ്രായങ്ങൾ കാണിച്ച ആൾക്കാരാണ് പൊതു തെരഞ്ഞെടുപ്പിൽ വ്യാജ ID ഉണ്ടാക്കുന്നതിനും വോട്ട് ചോരിയെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. വോട്ട് ചോരി യാത്ര നടത്തേണ്ടത് ബീഹാറിലല്ല രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തേണ്ടത്. വോട്ട് ചോരി യാത്ര കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനകത്താണ് നടത്തേണ്ടതെന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. ഇതിന് വേറെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ, അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണമെന്ന് നിരന്തരമായ ഒരു ആവശ്യം യൂത്ത് കോൺഗ്രസിനകത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഈ സെഷൻസ് കോടതിയിലെ ഈ ഒരു വിധി വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ അഡ്വക്കേറ്റ് ഹാജരായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു വിധി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനു മുമ്പേ വാദങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്നലെ പ്രാഥമികമായിട്ട് ആ ഒരു ജഡ്ജ്മെന്റ് വരിക എന്നുള്ളത് മാത്രമുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം, യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ള അഡ്വക്കേറ്റ് ഇന്നലെ ഈ ജഡ്ജ്മെന്റ് വരുന്ന സമയത്ത് കോടതിയിൽ ഹാജരായിരുന്നില്ല. അത് എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ അതെന്തെങ്കിലും പറയാൻ പറ്റുന്നല്ല. അതിനകത്തുള്ള വിഷയം വിൻ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് പുള്ളിക്ക് സ്മെല്ല് കിട്ടി. കാരണം എന്ന് വെച്ചാൽ ദുർബലമായ ആർഗ്യുമെൻ്റാണ് വെക്കാൻ പറ്റുന്നത്. ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്, പ്രതികൂലമായിരിക്കും. വിൻ ചെയ്യാൻ പോകുന്നൊരു സ്ഥലത്ത് ആ വക്കീൽ അവിടെ പോകും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയശ്രീലാളിതരായി മാധ്യമങ്ങളുടെ മുമ്പിൽ ബൈറ്റ് കൊടുക്കാൻ പറ്റും, അയാൾക്ക് ഒരു വിസിബിലിറ്റി കിട്ടും. അപ്പോൾ എന്ന് വെച്ചാൽ പരാജയപ്പെട്ട വക്കീലായിട്ട് മാധ്യമങ്ങൾ ആരെയും അഭിമുഖീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പുള്ളി പോകാതിരുന്നത്. എൻ്റെ ചോദ്യം അതല്ല. കാരണം ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ അബിൻ വർക്കിക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം ഈ ഓൾറെഡി ഈ മെമ്പർഷിപ്പ് എല്ലാം അസാധുവായി കഴിഞ്ഞു. ഇനി ഒരു പക്ഷേ ഹൈക്കോടതിയിൽ പോയാൽ മാത്രമാണ് ഇത് സാധുവാവുക. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വേണമെങ്കിൽ KC വേണുഗോപാലിന്റെ നോമിനി ആയിട്ടുള്ള ബിനു ചുള്ളിയിലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ദേശീയ കമ്മിറ്റിക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട് വേറെ തടസ്സവാദങ്ങളൊന്നും ഇല്ല. അതിപ്പോൾ KM അഭിജിത്ത് ആയിരിക്കുമോ അതോ ബിനു ചുള്ളിയിലായിരിക്കുമോ എന്നൊക്കെ അറിയണം. പക്ഷേ ബിനു ചുള്ളിയിലിനെ കുറിച്ച് ഞാൻ കൂടുതൽ
കൂടുതലായിട്ട് അറിയുന്ന സമയത്ത് അദ്ദേഹം ഒരു സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അല്ല, ബിനു ചുള്ളിയിൽ എന്നുള്ള പേര് അഖിലേന്ത്യാ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മളൊക്കെ കേൾക്കുന്നത്. അല്ലാതെ ബിനു ചുള്ളിയലിൻ്റെ ഒരു സമരമുഖത്തോ വേറെ എവിടെയോ പ്രാദേശികമായിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും യൂത്ത് കോൺഗ്രസിൻ്റെ. അല്ലാതെ പിന്നെ ചിലപ്പോൾ വേണുഗോപാൽ വരുമ്പോൾ പെട്ടി പിടിക്കാനും നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അല്ലാതെ ബിനു ചുള്ളിയിൽ എന്നുള്ള പേര് നമ്മളാരും ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. കേരളത്തിൽ നിരന്തരമായി രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകളാരും ഇവിടെ പല ജില്ലാ നേതാക്കന്മാരുടെയും പേരുകൾ നമുക്കറിയാം. അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസിൻ്റെ ഗുണാണ്ടറ, പിന്നെ KC വേണുഗോപാലിനെ ACC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കാം എന്നുണ്ടെങ്കിൽ ആർക്കും യൂത്ത് കോൺഗ്രസിൻ്റെയും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് മാറാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ യുവജന സംഘടനകളുടെയൊക്കെ ഏറ്റവും വലിയ ഒരു ആവശ്യകത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുംപുറങ്ങളിലൊക്കെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ സംസ്ഥാനത്തുള്ള വിഷയങ്ങളിലൊക്കെ കൃത്യമായ ഒരു ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മൈജി എന്ന് പറയുന്ന ഒരു കമ്പനിക്കെതിരെ ശക്തമായ സമരപരിപാടികളാണ് ഈ പാലക്കാട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനകീയ സമരങ്ങൾ. ഭാരതീയ ജനതാദൾ മാത്രമാണ് അതിനകത്തൊരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ആ സമരത്തെ ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ഭാരതീയ ജനതാദൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് UDFന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു കക്ഷി കൂടിയാണ്. അപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് ഒക്കെ എവിടെയാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഈ മൈജി മുതലാളിയുടെ പണം വാങ്ങിച്ചിട്ട് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് മാത്രമല്ല ഇവിടുത്തെ മുഴുവൻ യുവജന സംഘടനകളും എവിടെയാണ് എന്ന് ചോദിക്കേണ്ടതുണ്ട്. മാധ്യമങ്ങൾ ഒരു കാരണവശാലും പുറത്തേക്ക് പറയത്തില്ല. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയൊരു പരസ്യ ദാതാവാണ് മൈജി എന്ന് പറയുന്നത്. അവരുടെ 25 കോടിയുടെ ഓഫർ അതവിടെ പോയി. ഇത് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ ജനകീയ സമരം നടക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂളിലേക്ക് മേടിച്ചു കൊടുത്ത റെഫ്രിജറേറ്റർ തകരാറായി. ആ തകരാറായത് മാറ്റി കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അത് നന്നാക്കി തരാമെന്ന് പറയുന്നു. വേണ്ട, ഞങ്ങൾക്ക് പൈസ തന്നാൽ മതി. ഇങ്ങനെയുള്ള നന്നാക്കി തരാമൊന്നും അല്ല പറഞ്ഞത്. നന്നാക്കി തരാൻ ആദ്യം അവർ പറയുന്നത് അതിൻ്റെ കമ്പനിയെ ബന്ധപ്പെടാനാണ് പറയുന്നത്, അവരുടെ സർവീസ് സെൻറ്ററിൽ. സത്യത്തിൽ ഒരു സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി വെച്ചിട്ടാണ് അവിടെ പോയിട്ട്. കാരണം ഇപ്പോൾ ഇവർ ഗോദ്രേജിൻ്റെ പിന്നെ റെഫ്രിജറേറ്റർ വിൽക്കുന്നു, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും പിന്നെ TV വിൽക്കുന്നു. ആ TVയും ആ റെഫ്രിജറേറ്ററും നാട്ടിലുള്ള എല്ലാ ഇലക്ട്രോണിക് ഷോപ്പുകളിലും അവൈലബിൾ ആണ്. എന്തുകൊണ്ട് ഈ സ്ഥാപനത്തെ തേടി പോകുന്നു എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനം അതിൻ്റെ പിന്നെ ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ സർവീസിനകത്ത് കൃത്യമായിട്ട് പിന്നെ ഇവരെ കൂടെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയുടെ പുറത്താണ്. ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനകത്ത്, കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ കമ്പനിയുടെ അടുത്ത് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം അവർ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നവരാ. ചെറുകിട കടക്കാരാണെങ്കിൽ പിന്നെയും പ്രയാസമുണ്ട്. അവൻ ചിലപ്പോൾ 4 പീസായിരിക്കും മേടിക്കുന്നത്, ഇവൻ 40,000 പീസാണ് മേടിക്കുന്നത്. അതിൽ വേറെയാണ് മേടിക്കുന്നത്. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഔട്ട്ലെറ്റിലുള്ളതാണ്. അവൻ കേരളത്തിലെ ഇവരുടെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവർ മുഖേന നടക്കുന്നത്. അതിപ്പോൾ ഫോണാണെങ്കിലും ബാക്കിയുള്ള ഇലക്ട്രോണിക് വസ്തുക്കളാണെങ്കിലും പലതാണെങ്കിലും ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിട്ടാപ്പള്ളിയുണ്ട്, മറ്റവരുണ്ട്, മറിച്ചവരുണ്ട് ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെയും മൈജിയാണ് ഇപ്പം ആ രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ ഇത് എത്തിയത് ശരിയായ മാർഗത്തിലൂടെയല്ല എന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ തെളിയിക്കപ്പെട്ടു. സത്യത്തിൽ കേരളീയ സമൂഹം ഈ സ്ഥാപനത്തെ ബഹിഷ്കരിക്കുകയാണ് വേണ്ടത്. വേറൊന്ന് സിബി പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ ജനകീയ വിഷയങ്ങളെ ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വമുള്ള യുവജന സംഘടനകൾ എവിടെ പോയി? യൂത്ത് കോൺഗ്രസ് എവിടെ പോയി? DYFI എവിടെ പോയി? യുവമോർച്ച എവിടെ പോയി? യൂത്ത് ലീഗ്? മുഖ്യധാരാ മാധ്യമങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളും വിളിച്ചെത്തു കൊണ്ടുവരിക. ഏതെങ്കിലും പിന്നെ മുറുക്കാൻ കടക്കാരൻ ചെറിയ തരികിട കാണിച്ചാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടോറിക്ഷക്കാരൻ പിന്നെ 15 രൂപ ദൂരം ഉള്ളിടത്തോട്ട് 16 രൂപ മേടിച്ചാലോ, ചില്ലറ കൊടുക്കാൻ കയ്യിലില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ 20 രൂപ മേടിച്ചു കഴിഞ്ഞാലോ, അത് വാർത്തയാക്കുന്ന മാധ്യമങ്ങൾക്ക് കോടികളുടെ തട്ടിപ്പ് നടത്തുന്നതും വാർത്തയാവാതിരിക്കുന്നതിൻ്റെ കാരണം പരസ്യം കിട്ടുന്നു എന്നുള്ളതാണ്, വേറൊന്നുമല്ല. അപ്പോൾ ഇവിടെ ഒരു മാധ്യമ ധാർമ്മികതയില്ല, ഇവിടുത്തെ യുവജന സംഘടനകൾക്ക് സാമൂഹിക പ്രതിബദ്ധതയില്ല എന്ന് അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നതാണ് മൈജിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഭാരതീയ ജനതാദളിൻ്റെ നേതാവായിട്ടുള്ള ജോൺ സമരം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് വലിയൊരു ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഈ മൈജിയുടെ മുതലാളി ഈ കഴിഞ്ഞ ദിവസമാണ് അത്ര 50 കോടി രൂപ എടുത്തൊരു ഹെലികോപ്റ്റർ എടുത്തിട്ടുള്ളത്. അതൊക്കെ ഹെലികോപ്റ്റർ എടുക്കുക എന്നൊക്കെയുള്ള അയാളുടെ സ്വാതന്ത്ര്യപ്പെട്ട കാര്യമാണ്. പക്ഷേ അപ്പോഴും ഉയർന്നു വരുന്നൊരു ചോദ്യം, ഈ മൈജി പോലെയുള്ള സ്ഥാപനങ്ങളിൽ പ്രമുഖ ബ്രാൻഡുകളുടെ കോപ്പി അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതില്ലേ? അല്ല, നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. മാത്രമല്ല, ഇയാൾ വാങ്ങി ഹെലികോപ്റ്ററിന് കൃത്യമായിട്ടുള്ള സർവീസ് ആ ഹെലികോപ്റ്ററിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഹെലികോപ്റ്റർ മേടിച്ചു അടുത്ത ദിവസം അത് ഈ സാധനം ഫ്ലൈ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഇയാൾ ഇത് മേടിച്ച സ്ഥാപനത്തെയാണോ കോൺടാക്ട് ചെയ്യുന്നത്, ഹെലികോപ്റ്റർ ഉണ്ടാക്കിയ കമ്പനിയാണോ കോൺടാക്ട് ചെയ്യുന്നത്? അയാൾ എവിടെ നിന്നാണോ പർച്ചേസ് ചെയ്ത്, ആരും മുഖേനയാണോ പർച്ചേസ് ചെയ്ത്, അവരെയല്ലേ അയാൾ കോൺടാക്ട് ചെയ്യുക സർവീസിന് വേണ്ടിയിട്ട്. അയാൾ മേടിക്കുന്ന സാധനത്തിന് അയാൾക്ക് സർവീസ് കിട്ടുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുമ്പം അയാൾ കൊടുക്കുന്ന സാധനത്തിന് സർവീസ് അയാൾ കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം അവിടെ. അതല്ല, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പം എന്താ വെച്ചാൽ മൊബൈൽ, ഈ റെഫ്രിജറേറ്റർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ബ്രാൻഡായിട്ട് മൈജി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതെങ്ങനെ മാറി എന്നുള്ളതിനെ കുറിച്ചൊക്കെ മറ്റേ ആവശ്യമുണ്ടെങ്കിൽ ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ പരിശോധിച്ചോളട്ടെ. നമ്മൾ അതിനെക്കുറിച്ചൊന്നും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ മൈജിക്ക് വേണമെങ്കിൽ ഇത്രയും പർച്ചേസ് കപ്പാസിറ്റി ഉള്ള ഒരാളുകളാണ് അവർ. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് കമ്പനിയോട് പറഞ്ഞിട്ട് ആ കമ്പനിയുടെ എല്ലാത്തിൻ്റെയും ഒരു സർവീസ് സ്റ്റേഷനുകൾ ഇവരുടെ ഈ ഷോറൂമുകളോട് ചേർന്ന് തന്നെ വെക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അതും എല്ലാ ഷോറൂമുകളോടും ചേർന്ന് വേണമെന്നില്ല.
അവർക്ക് കാലിക്കറ്റിലും പിന്നെ ട്രിവാൻഡ്രത്തും പിന്നെ കൊച്ചിയിലും അങ്ങനെയുള്ള ഒരു 5 സ്ഥലത്ത് മതി. ബാക്കിയുള്ളിടത്തുള്ള മൈജിയിൽ വരുന്നത് അവർക്ക് എന്തായാലും അവരുടെ വെയർ ഹൗസുകളുമായിട്ട് ചേർന്നിട്ട്, അവരുടെ ഷോറൂമുമായിട്ട് ചേർന്ന് വേണമെന്നില്ല, ഇവരുടെ വെയർ ഹൗസ് ഉണ്ടല്ലോ, വെയർ ഹൗസുമായിട്ട് ചേർന്നിട്ട് സർവീസ് സെൻ്ററുകൾ തുടങ്ങണം എന്നുള്ളത് അവരേറ്റവും കൂടുതൽ പിന്നെ വിറ്റഴിക്കുന്ന സാധനങ്ങളുടെ ഉൽപ്പാദകരോട് അവർക്ക് ആവശ്യപ്പെടാൻ കഴിയും. അപ്പോൾ അവർ ലോജിസ്റ്റിക് സംവിധാനം അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ വണ്ടി എന്നും അവിടെ പോകുന്നുണ്ട്. അവരുടെ വണ്ടി അവരുടെ ഷോറൂമിലേക്ക് സാധനം കയറ്റി വരുന്നു അവർ വെയർ ഹൗസിൽ നിന്ന്. അതവിടെ ഓഫ് ലോഡ് ചെയ്തിട്ട് ആ വണ്ടി തിരിച്ചു പോകുന്നത് കാലി അടിച്ചിട്ടാണ് വെയർ ഹൗസിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഈ കൺസ്യൂമേഴ്സിൻ്റെ സാധനം ഇവിടെ കംപ്ലൈൻറ്റ് ഉള്ളതോ അവർ പിന്നെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചത് അതിനകത്ത് അതിന് ടാഗും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ, കൃത്യമായിട്ടുണ്ടല്ലോ. അതിൻ്റെ ഇവർക്ക് കിട്ടുന്ന കംപ്ലൈൻറ്റ് ഫീഡ്ബാക്ക് എന്താണെന്നുള്ളതുണ്ടല്ലോ. ഈ സാധനം അതേ വണ്ടി തന്നെ കെട്ടിയിട്ട് നേരെ ഈ വെയർ ഹൗസിനടുത്തുള്ള അല്ലെങ്കിൽ വെയർ ഹൗസിൽ തന്നെ അവർ ഫ്രീ ആയിട്ട് കുറച്ച് സ്ഥലം ഓരോ കമ്പനികൾക്കും സർവീസ് സെൻ്ററായിട്ട് അലോക്കേറ്റ് ചെയ്താൽ മതി. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയാൽ തന്നെ മറ്റവർക്കും പ്രത്യേകിച്ച് എക്സ്ട്രാ കോസ്റ്റ് വരുന്നില്ല, ഇവർക്കും പ്രത്യേകിച്ച് ബാധ്യത വരുന്നില്ല, ട്രാൻസ്പോർട്ടേഷൻ എക്സ്ട്രാ കോസ്റ്റ് വരുന്നില്ല. കാരണം ആ കാലി അടിച്ച് പോകുന്ന വണ്ടിക്കകത്താണ് കയറ്റി വിടുന്നത്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരിക്കലും കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥാപനമല്ല എന്നൊരിക്കൽ കൂടി ബോധ്യപ്പെടുത്തി കയ്യിൽ കാശുള്ളവൻ എന്തും കാണിക്കാം. വേറൊരു അച്ചായനുണ്ടായിരുന്നല്ലോ, അമ്മച്ചിമാരിടുന്ന ജുബയും മുണ്ടും പിന്നെ ചട്ടയും കൊടുത്തോട്ട് നടന്നിട്ട് മറഡോണ ഇവിടെയോടൊപ്പം ഞാനും ദൈവമാണെന്നൊക്കെ പറഞ്ഞിട്ട് കാസർഗോഡ് വിട്ട് തിരുവനന്തപുരം വരെ പട്ടി നടക്കുന്ന ഒരാളെന്ന്. അവനെതിരെ എന്തെങ്കിലും വാർത്ത കൊടുത്തിട്ടുണ്ടോ? അവൻ്റെ ഉടായ്പിനെതിരെ ആരെങ്കിലും വാർത്ത കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെയും ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കുന്നത് ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങളാണ് ഏറ്റെടുക്കുന്നത്. പക്ഷേ മറ്റവർക്ക് ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ അത് യൂട്യൂബേഴ്സ് പുച്ഛമാണ്. ഇവന്മാർ കൺമുമ്പിൽ കാണുന്ന സാധനം കോടികൾ മേടിച്ചിട്ട് ഉണ്ടായിരിക്കുക, എന്നിട്ടോ അവർ ഭയങ്കര മാധ്യമ എത്തിക്സിനെ കുറിച്ച് വാചാലരാകുക. അപ്പം ഞാൻ പറഞ്ഞ ഇതിനകത്ത് മുഖ്യധാര മാധ്യമങ്ങൾ കൂട്ടുപ്രതികളാണ്. മൈജി എന്നുള്ളതല്ല, XOR ഏത് കമ്പനിയുടെ ആണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഇവിടുത്തെ യുവജന സംഘടനകൾ, ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ഇവരെല്ലാം ഇതിനകത്ത് കൂട്ടുപ്രതികളാണ്. ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ സംവിധാനങ്ങൾ എല്ലാം. കാരണം ഇതിനകത്ത് ആളുകളുടെ ഇവിടെ കൺസ്യൂമർ കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പാവങ്ങൾക്ക് എല്ലായിടത്തും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അറിയാലോ, അതിൻ്റെയൊക്കെ നടപടിക്രമങ്ങൾ അത്ര ലഘൂകരിക്കപ്പെട്ട ഒന്നല്ല. സങ്കീർണമായിട്ടുള്ള വഴി കൂടെ സഞ്ചരിക്കണം. ഇത് പെട്ടുപോവുക. ഇപ്പോൾ ഇതൊരു സ്കൂളിലോട്ട് മേടിച്ചു കൊടുത്ത സാധനം വ്യക്തിപരമായും അതുകൊണ്ട് കുറച്ച് കൂടുതൽ പേര് സമരത്തിന് വന്നു. അതേസമയം ഇപ്പം ഞാനോ സിബിയോ ഒരു സാധനം മേടിച്ചു, നമ്മൾ സഫർ ചെയ്യല്ലാതെ വേറെ മാർഗ്ഗമില്ല. നമ്മളവിടെ പോയിട്ട് കൊടിയും പിടിച്ചിരുന്നിട്ട് തോന്നില്ല. കൺസ്യൂമർ കോർട്ട് ഇവർക്ക് ഒരു 15,000 രൂപ പെനാൽറ്റി ഈടാക്കിയിട്ടുണ്ട്. അതിനുശേഷവുമാണ് ഈ അഭ്യാസം നടക്കുന്നതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ യുവജന സംഘടനകൾ ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ആളുകളുടെ കയ്യിൽ അകപ്പെട്ടു പോയതാണ് ഇങ്ങനെയുള്ളൊരു സാമൂഹ്യ സ്ഥിതിക്ക് കാരണമെന്ന് എനിക്ക് തോന്നുന്നു. ഇവരുടെയൊക്കെ സാമ്പത്തിക സ്രോതസ് ഒരുപക്ഷെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളായിരിക്കാമെന്നേ. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് ഇപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഇ.പി. ജയരാജൻ പറഞ്ഞ പോലെ കട്ടൻ ചായയും പരിപ്പോടെ നടത്തി ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബിരിയാണിയൊക്കെ കഴിച്ചോട്ടെ, അതിനും പിന്നെ ഈ AC പോട്ടെ, അതിനൊക്കെയുള്ള ചിലവ് പിന്നെ ഇത്രയ്ക്ക് വരുന്നുള്ളൂ. പക്ഷേ തുടർച്ചയായിട്ട് ഈ അബോർഷനൊക്കെ നടത്താൻ പോകുമ്പോൾ അത്യാവശ്യം നല്ല ചിലവ് വരും. അപ്പോൾ പല കമ്പനികളുമായിട്ട് ചില ധാരണയിലും കാര്യങ്ങളിലൊക്കെ പോകേണ്ടി വരും. അത് പിന്നെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാവില്ല, ചിലപ്പോൾ അത്തരം അവിശുദ്ധ ബന്ധങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത്. ഡെയിലി എക്സ്പെൻസ് വളരെ കൂടുതലാണ്. കാരണം മാസത്തിൽ 2 പേരെങ്കിലും കൊണ്ടുപോയിട്ട് പിന്നെ അബോർഷൻ നടത്തണം. അത് അങ്ങനത്തെ സ്ഥലത്ത് പോകണം. പിന്നെ 5 സ്റ്റാർ ഹോട്ടലിലോട്ടേ ക്ഷണിക്കത്തുള്ളൂ. അപ്പോൾ അതിനൊക്കെയുള്ള ചിലവ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരുന്ന ഗതികേട് ചില യുവജന നേതാക്കന്മാർക്കുണ്ടാവുന്നത് കുറ്റം പറയുന്നില്ല എന്നാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്.